ഇന്നത്തെ വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കേഴ്സീവ് റൈറ്റിംഗിന്റെ ചെയ്തിട്ടുണ്ട്, അതിന്റെ സെക്കൻഡ് പാർട്ട്. കേഴ്സീവ് റൈറ്റിംഗ് ഞാൻ ഓർഡറിലല്ല പഠിപ്പിച്ചിരിക്കുന്നത്, 5 പാറ്റേൺസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 പാറ്റേൺസ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള പാറ്റേൺസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെക്കൻഡ് പാർട്ട് കാണാവൂ. ഞാൻ ഒന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെയെങ്കിലും ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം. സാധാരണ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു കേഴ്സീവ് റൈറ്റിംഗിന്റെ വീഡിയോ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന സാധാരണ കുട്ടികൾക്ക്, SCERT സിലബസിലുള്ള സാധാരണ കുട്ടികൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊക്കെ കേഴ്സീവ് റൈറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയത് എനിക്കൊരു 18-19 വയസ്സ് ആ ഒരു ടൈമിലാണ് പഠിക്കാൻ തുടങ്ങിയത്. കാരണം നമ്മൾ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പം കേഴ്സീവ് റൈറ്റിംഗ് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പഠിച്ചെടുത്തത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏതൊരു കുട്ടികൾക്ക്, LKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ കേഴ്സീവ് റൈറ്റിംഗ് അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അതിനെക്കുറിച്ച് ബോധരല്ല, അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് പഠിച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന അത്ര സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം.
എന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് ഫോർവേഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ഓൾസോ. പിന്നെ ഒരു കാര്യം കൂടി, കമൻറ്റും കൂടി ഇടണം കേട്ടോ. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക, അതനുസരിച്ച് ഞാൻ റെഡിയാക്കുന്നതായിരിക്കും.